السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ആദ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിലുൽ ഇസ്ലാം എന്ന കിതാബ് വിശദീകരിക്കാൻ തീരുമാനിച്ചിട്ടാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അഖീദയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധിക ഗ്രന്ഥങ്ങളും അഖീദയിലുള്ളതാണ്. അതും സാധാരണക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളാണ്. സാധാരണക്കാർക്ക് തൗഹീദും ശിർക്കും എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥങ്ങളാണത്. നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ് 10ഓളം നാക്കിലുകളാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഓരോ ദർസിലായും ഓരോ നാക്കിലിനെ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. നാക്കിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യം, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യം. അതിന് മുന്നോടിയായി ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നു എന്നതിനാൽ ആമുഖം എന്നോണം 2-3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിച്ചതിന് ശേഷമാണ് ഗ്രന്ഥത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ഇസ്ലാം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാം അല്ലാത്ത ഒരു ദർശനവും ഒരാശയവും ഒരു മതവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ചിന്താഗതിയെയോ ആശയത്തെയോ തൻ്റെ ദീനായി കൊണ്ട് നടന്നാൽ അവനിൽ നിന്നും അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ല. നാളെ പരലോകത്ത് അവൻ തീരാ നഷ്ടവാളിയും ആയിരിക്കും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ദീനായി ആഗ്രഹിച്ചാൽ, തേടിയാൽ, ഫലയുഖ്ബല മിൻ, അവന്റെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് തീരാ നഷ്ടവാളികളുടെ കൂട്ടത്തിലും ആയിരിക്കും. ഇസ്ലാം എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലി. തൗഹീദ് കൊണ്ടും അനുസരണ കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്. ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും വിട്ടു നിൽക്കലുമാണ്. ഇതാണ് ഇസ്ലാം. തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങണം, അനുസരണ കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങണം. അതേപോലെ തന്നെ തൗഹീദിന്റെ വിപരീതമായ ഓപ്പോസിറ്റായ ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആൾക്കാരിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ തൗഹീദ്
നിബന്ധനയാണ്. തൗഹീദില്ലാത്ത ഒരാളുടെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ രണ്ട് കാര്യങ്ങൾ നിബന്ധനയാണ്. അതിലൊന്നാണ് തൗഹീദ്, രണ്ടാമത്തേത് മുതാബഅത്തു സുന്ന, ഇത്തിബാഉ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഫോളോ ചെയ്യൽ. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മാത്രമാക്കലാണ് തൗഹീദ്, ഇഖ്ലാസ്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തുകൊണ്ടാക്കലാണ് ഇത്തിബാഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അയാൾ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന് മാത്രമായിട്ടല്ല അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നത്. അള്ളാഹുവിനല്ലാത്തവർക്കും അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ പോകുന്നുണ്ട് എങ്കിൽ അയാളുടെ ഇബാദത്തുകൾ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. മുവഹിദിന്റെ ഇബാദത്തുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഒരാൾ ശിർക്ക് ചെയ്യുന്ന ആളാണ് എങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ പോലുള്ള തൗഹീദിനെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എങ്കിൽ അയാളുടെ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ പോലുള്ളവയൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതേപോലെ തന്നെ ഒരാൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, എന്നാൽ ചെയ്യുന്ന ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല എങ്കിൽ ആ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. ഒരാൾ ഒരു ഇബാദത്ത് ചെയ്യുന്നു, ആരും കാണാൻ വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് അയാൾ ചെയ്യുന്നത്. എന്നാൽ ആ ചെയ്യുന്ന ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല, അയാൾ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇഖ്ലാസും മുതാബഅത്തും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് ഷർത്തുകളാണ്. ഒന്നാമത്തെ ഷർത്ത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തിലേക്ക് നിയോഗിച്ചയച്ചത് തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രവാചകന്മാരുടെയും ആദ്യത്തെ പ്രബോധനം തൗഹീദിലേക്കായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലയിലേക്കായിരുന്നു. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിലേക്കാണ് ഓരോ പ്രവാചകന്മാരും ആദ്യമായി അവരുടെ സമുദായത്തെ ക്ഷണിച്ചത്. അത് ഓരോ പ്രവാചകന്മാരുടെയും തൗഹീദ് പ്രബോധനത്തിന്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനപരമായും പ്രവാചകന്മാരെല്ലാവരും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യത്തിലേക്കാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വമാ അർസൽനാക വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ പ്രവാചകരെ, അങ്ങയ്ക്ക് മുമ്പ് നാം ഒരു പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടില്ല, ആ പ്രവാചകന്മാർക്കെല്ലാം നാം വഹി നൽകിയിട്ടല്ലാതെ. എന്ത് വഹി നൽകിയിട്ടല്ലാതെ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മഅബൂദായി ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന് ബോധനം നൽകിയിട്ടല്ലാതെ. അതുകൊണ്ട് ഫഅബ്ദൂൻ, എനിക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു പറയുന്നു, താങ്കൾക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരെയും, ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ ബോധനമാണ്, വഹിയാണ്. അള്ളാഹു പറയുന്നത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്ത് അംബിയായിലെ 20-ാമത്തെ ആയത്താണത്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫകുല്ലു റുസുലി അല്ലദീന മിൻ ഖബ്ലിക, ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാരും മഅ കുതുബിഹിം, അവരുടെ ഗ്രന്ഥങ്ങളോടൊപ്പം,
സുബ്ദത്തു റിസാലതിഹിം വഅസ്ലുഹാ അൽ അംറു ബിഇബാദത്തില്ലാഹി വഹ്ദ ലാ ശരീക ലഹ്. അവരുടെ പ്രബോധനത്തിന്റെ അകക്കാമ്പ്, ആകത്തുക അത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമെന്ന് കൽപ്പിക്കലായിരുന്നു. അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല എന്ന് കൽപ്പിക്കലായിരുന്നു. അള്ളാഹ് മാത്രമാണ് യഥാർത്ഥ ആരാധിക്കപ്പെടുന്നവൻ എന്നും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന സകല ഇബാദത്തുകളും ബാത്തിലുമാണ് എന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങേക്ക് മുമ്പുള്ള ഓരോ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കാൻ. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹിനെ, ആദ്യത്തെ പ്രവാചകനാണ്, ഒന്നാമത്തെ പ്രവാചകൻ, ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറയാൻ, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹിനെ നൂഹിന്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചയച്ചു. ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ സമുദായമേ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്തുകൾ നിർവഹിക്കുക, അല്ലാഹു അല്ലാത്തൊരു ആരാധ്യൻ മഅബൂദ് നിങ്ങൾക്കില്ല എന്ന്. ആദ്യത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളെ ദർഗകളാക്കി ആ ഖബറുകളിൽ പോയി, ദർഗകളിൽ പോയി വിളിച്ചു തേടുന്നവരായിരുന്നു. അവർക്ക് ഇബാദത്തുകൾ നിർവഹിക്കുന്നവരായിരുന്നു ആദ്യത്തെ പ്രവാചകന്റെ ഖൗമ്. അബദത്തുൽ ഖുബൂർ, പണ്ഡിതന്മാർ അങ്ങനെയാണ് ആ ഖൗമിനെ വിശേഷിപ്പിച്ചത്. ഖബറാരാധകന്മാർ, ഖബറിനെ ആരാധിക്കുന്നവരായിരുന്നു. മഹാന്മാരുടെ ഖബറുകളെ ദർഗകളാക്കുക, എന്റെ ഖബറിൽ ദർഗകളിലേക്ക് പോയിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടെ സകലവിധ ഇബാദത്തുകൾ നിർവഹിക്കുക. ആ ഖൗമിലേക്കാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയക്കുന്നത്. ആ നൂഹ് നബി അലൈഹി സ്വലാം ആ ഖൗമിനോട് പറഞ്ഞ വാചകമാണ് അല്ലാഹു പറയുന്നത്, യാ ഖൗമി, ഓ എന്റെ ജനതേ, ഉഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, നിങ്ങളുടെ മേൽ ഭയങ്കരമായ ഒരു ശിക്ഷ വരുന്ന ദിവസത്തെ ഞാൻ പേടിക്കുന്നു എന്ന്. ആ ശിക്ഷ വരുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ദർഗപൂജ, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ശിർക്ക് ഉപേക്ഷിച്ച് തൗഹീദിലേക്ക് വരണം എന്ന് ഒന്നാമത്തെ പ്രവാചകന്റെ ദഅവത്ത്. അതേപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമുദായത്തിലേക്ക് നാം ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചയച്ചു. ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ. ആ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആദ് സമുദായത്തോടും പറഞ്ഞത്, ഓ എന്റെ ജനതേ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹു അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകുന്നില്ലേ എന്ന്. അതേപോലെ തന്നെ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ നിയോഗിച്ചയച്ചു. ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമും സമൂദ് ഗോത്രക്കാരോട് പറഞ്ഞത്, ഓ ജനതേ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, വഇലാ മദിയന അഖാഹും ശുഐബ, മദിയൻ ഗോത്രത്തിലേക്ക്, മദിയനിലേക്ക്, മദിയൻ എന്ന നാട്ടിലേക്ക് നാം ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകരായി നിയോഗിച്ചയച്ചു. അവിടെ പോയിട്ട് ശുഐബ് നബി പറഞ്ഞ വാക്കെന്താണ്? ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഓ എന്റെ ജനതേ, നിങ്ങൾ ഈ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ആ അല്ലാഹു അല്ലാത്തൊരു ആരാധ്യൻ, ഒരു മഅബൂദ് നിങ്ങൾക്കില്ല എന്ന്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഇമാമുൽ മുവഹിദീൻ, മുവഹിദുകളുടെ ഇമാമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം തൗഹീദിന്റെ പ്രബോധകനാണ്. അദ്ദേഹം തന്റെ ഖൗമിനോട് പറഞ്ഞത്, വ ഇബ്രാഹീമ
ഇദ് ഖാല ലിഖൗമിഹി ഉബ്ദുല്ലാഹ വത്തഖൂഹു ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും നാം അയച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞു, ഉബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വത്തഖൂഹു, നിങ്ങൾ അവനെ സൂക്ഷിക്കുകയും ചെയ്യണം, ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ എന്ന്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. അതൊന്ന് ഒറ്റ വാക്കിൽ അള്ളാഹു ആദ്യം പറഞ്ഞത്, നമ്മൾ ആദ്യം ഓതിയ ആയത്ത് എന്ത്, ഇന്നാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓരോ പ്രവാചകന്മാരെയും നാം, താങ്കൾക്ക് മുമ്പുള്ള ഓരോ പ്രവാചകന്മാരെയും നിയോഗിച്ചയച്ചത് തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഓ മുഹമ്മദ് നബിയെ, അങ്ങും ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലയിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 23 വർഷക്കാലം പ്രബോധനം നടത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിലേക്കായിരുന്നു. പ്രവാചകനോട്, സമുദായത്തോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു, ഖുൽ, ഓ നബിയെ അങ്ങ് പറയുക, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ പ്രവാചകന്മാരിൽ ഒരു പുതിയ ആളല്ല, മുമ്പ് പ്രവാചകന്മാരൊന്നും ഇല്ലാത്ത ആദ്യമായിട്ട് വരുന്ന ആളല്ല ഞാൻ. എനിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ പിന്തുടർച്ചക്കാരനാണ് ഞാനൊരു പുതിയ ആളല്ല. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ വമാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ വമാ അന ഇല്ലാ നദീറും മുബീൻ. എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും എന്താണ് അള്ളാഹു പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഫോളോ ചെയ്യുന്നത് എനിക്ക് വഹി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഉമ്മത്തിനോട് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാണ്. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ, നബിയെ അങ്ങ് ഉമ്മത്തിനോട് പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു, അതാണ് എൻ്റെ മാർഗം. അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ ഫോളോ ചെയ്യുന്നവരും ബസീറത്തോടു കൂടി അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു, ഇതാണ് എൻ്റെ മാർഗം എന്ന് പ്രവാചകരെ. മാത്രമല്ല, വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു വേറെ പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്ന ആളിൽപ്പെട്ട ആളുമല്ല എന്ന്. ഇങ്ങനെ ധാരാളം ആയാത്തുകൾ പ്രവാചകന്മാരെല്ലാവരും വന്നത് തൗഹീദ് പ്രബോധനം ചെയ്യാനാണ് എന്നറിയിക്കുന്നതായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം മക്കയിലുള്ളവരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അടുക്കളയിലേക്ക്, ചന്തയിലൊക്കെ പോയിട്ട്, മാർക്കറ്റിൽ പോയിട്ട് വിളിച്ചു പറയും, ശബ്ദത്തിൽ ഉറക്കെ പറയും, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, നിങ്ങൾ വിജയിക്കും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, നിങ്ങൾ വിജയിക്കും എന്ന് പറയും. റസൂലുള്ളാഹിന്റെ പിന്നാലെ അബൂ ലഹബ് ഉണ്ടാവും, ഇയാൾ കള്ളനാണ്, വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൂടെ അബൂ ലഹബ് ഉണ്ടാവും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു തൗഹീദി പ്രബോധനം നിർവഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നാട്ടിലേക്കും ദീനീ പരിശ്രമത്തിന് വേണ്ടി, തൗഹീദി പ്രബോധനത്തിന് വേണ്ടിയിട്ട് സഹാബാക്കളെ പറഞ്ഞയക്കുമ്പോഴും ആ സഹാബാക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ തൗഹീദിലേക്ക് ആ ജനതയെ പ്രബോധനം ചെയ്യണമെന്നാണ്. നമുക്കൊക്കെ അറിയുന്ന പ്രസിദ്ധമായ ഹദീസാണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയച്ച സംഭവം. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ പറഞ്ഞത്, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. ഓ മുആദ്, താങ്കൾ പോകുന്നത് യമനിലുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരിലേക്കാണ്, അഹ്ലു കിതാബിന്റെ അടുക്കലേക്കാണ് താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ്, താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. ഇലാ അൻ യുവഹിദുല്ലാഹ തആല, അല്ലാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് എന്ന്. ഇത് വളരെ അടിസ്ഥാന ഒരു പാഠാണ്. നമ്മൾ നവാഖുൽ ഇസ്ലാം
എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യം. അപ്പൊ ഇസ്ലാം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ധാരണ ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയിലേക്കാണ് പ്രവാചകന്മാരെല്ലാവരും സമുദായത്തെ ക്ഷണിച്ചത്. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും പരിശ്രമിച്ചത്. ഇസ്ലാമിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകാതെ ഒരു കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകണം, തൗഹീദ് ഉണ്ടാകണം. ഇതൊക്കെ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയെ സംബന്ധിച്ചുള്ള വിശദമായ പഠനം അനിവാര്യമാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയിലേക്കാണ് ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളെ ക്ഷണിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലയുടെ അനുയായികൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീനിന്റെ ദായിമാരാണ്, ദീനിലേക്ക് ക്ഷണിക്കേണ്ട ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ മനസ്സിലാക്കുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം വെക്കുന്നിടത്ത് വരെ പല വിദഈ പ്രസ്ഥാനങ്ങൾക്കും പിഴവ് പറ്റിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ് എന്നാണ്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്നതാണ്. നാം നേരത്തെ ഓതിയ ആയാത്തുകളെല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്ന്. ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്നതിൽ സലഫുകൾ ഇജ്മാഅാണ്, ഏകാഭിപ്രായക്കാരാണ്. രണ്ടഭിപ്രായം ഇല്ല അവർക്ക്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ട കാര്യവുമാണ്. സലഫുകളുടെ ഇജ്മാഉം അക്കാര്യത്തിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലയെ മനസ്സിലാക്കുന്നിടത്ത് പേച്ചുപോയ ഒരുപാട് പേരുണ്ട്. അവരുടെ ആ കലിമത്തു ഷഹാദയുടെ അർത്ഥം വെക്കുന്നതിൽ പേച്ചുപോയതിനാൽ അവരുടെ ദഅവത്തെ പേച്ചുപോയി. അതിൽപ്പെട്ട ഒരു കൂട്ടരാണ് കുബൂരികൾ, ഖബറാരാധകർ, മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് തിരിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഖബറാരാധകർക്ക് തിരിഞ്ഞിട്ടില്ല. മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്നവരിൽ വരമേൽപ്പിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന മുസ്ലിം നാമധാരികൾക്ക് തിരിഞ്ഞിട്ടില്ല. അത് തിരിയാത്തത് കൊണ്ടാണ് ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി അവർ മാറിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ മാന അർത്ഥം തിരിഞ്ഞത് കൊണ്ട് അവർ അംഗീകരിച്ചില്ല. അവർ പറയാൻ തയ്യാറായില്ല, ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ദർഗകളെ ആരാധനാലയമാക്കി ദർഗയിലുള്ള മഹാന്മാരെന്ന് പറയപ്പെടുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അവരുടെ പേരിൽ ഉറൂസ് നടത്തുന്ന ആൾക്കാർ, അവർ നായികക്ക് 40 വട്ടം ചിലപ്പോൾ പറയുന്നുണ്ടാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അവർക്ക് എന്നെ മാന തിരിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ പൂർവികർ അവരാരെയാണോ ഫോളോ ചെയ്യുന്നത് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വെച്ച അർത്ഥം ലാ ഖാലിക ഇല്ലല്ലാഹ് എന്നാണ്. ലാ ഖാദിറ അലൽ ഇഖ്തിറാ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്നായി. സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ്, ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണെന്നാണ് യഥാർത്ഥ അർത്ഥം. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട അർത്ഥം. സലഫുകൾ, സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഏകാഭിപ്രായക്കാരായ അർത്ഥം, ആ അർത്ഥം പഠിക്കുന്നതിൽ അവർക്ക് പിഴവ് പറ്റി. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ ഖാലിക ഇല്ലല്ലാഹ്,
ലാ റബ്ബ ഇല്ലല്ലാഹ് ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ് എന്നർത്ഥം വെച്ചു. അതിലുള്ളവർ എന്ത് മനസ്സിലാക്കി? അള്ളാനെ പോലെ ഒരു അള്ളയുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ. സൃഷ്ടാവാണെന്നോ സ്വയം കഴിവുള്ളവനാണെന്നോ സ്വയം പര്യാപ്തനാണെന്നോ വിശ്വസിച്ചാലേ ശിർക്കാകൂ. ഒരു ഇബാദത്താകണമെങ്കിൽ ആ ഇബാദത്ത് ആർക്കാണോ നൽകുന്നത് അവനെ സംബന്ധിച്ച് അവൻ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ സ്വയം കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കണം, സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ശിർക്കാകുകയുള്ളൂ. ഉദാഹരണത്തിന് മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നൊരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഇബാദത്താകണമെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് ഈ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിച്ച ആൾ റബ്ബാണെന്ന് വിശ്വസിക്കണം, മൊഹീദ്ദീൻ ഷെയ്ഖ് ഖാലിഖാണെന്ന് വിശ്വസിക്കണം. മൊഹീദ്ദീൻ ഷെയ്ഖ് ഒരു മഖ്ലൂക്ക് മാത്രമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഈ വിളി മാത്രമാണ്, ഇബാദത്താവൂല. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ചെയ്യപ്പെടുന്ന ആൾ ഖാലിഖാകണം. ചെയ്യപ്പെടുന്ന ആള് ഖാലിഖാകാത്തിടത്തോളം കാര്യം ചെയ്യുന്ന പ്രവർത്തനം വെറും പ്രവർത്തനം മാത്രമാണ്, ഇബാദത്തല്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു, നേർച്ചയാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്തു, ഒരു കബറാളിക്ക് വേണ്ടി, ഒരു ദർഗയിലുള്ള ആൾക്ക് വേണ്ടി. ആ നിസ്കാരം ഇബാദത്താകണമെങ്കിൽ ഈ നിസ്കരിച്ച ആള് ആ വ്യക്തിയെ സംബന്ധിച്ച് സ്രഷ്ടാവാണെന്നോ സ്വയം കഴിവുള്ളവനാണെന്നോ സ്വയം പര്യാപ്തനാണെന്നോ വിശ്വസിക്കണം. എന്നാലേ ഈ ചെയ്ത സലാത്ത് നിസ്കാരം ഇബാദത്താകൂ. അല്ല എങ്കിൽ കേവലം അനങ്ങലും കൂടിലും മാത്രമാണ്. ഒരാൾ സുജൂദ് ചെയ്താൽ ആ സുജൂദ് ഇബാദത്താകണമെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കണം. ആ ഒരു വിശ്വാസമില്ലാതെ അള്ളാഹു അല്ലാത്ത ആർക്ക് എന്ത് കൊടുത്താലും അവർക്കുള്ള ഇബാദത്ത് എന്ന് പറയുകയില്ല. അവർക്കുള്ള ഇബാദത്ത് എന്ന് പറയാത്തിടത്തോളം കാലം ഇബാദത്തിൽ അള്ളാഹുവിനെ പങ്കാക്കി എന്നും പറയാൻ പറ്റൂല. കാരണം ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇബാദത്താകണമെങ്കിൽ അയാളെ കുറിച്ച് ഖാലിഖ് എന്ന് വിശ്വസിക്കണം. ഈ ഒരു തെറ്റായ വിശ്വാസത്തിലൂടെയാണ് ഇവരിലേക്ക് ശിർക്ക് കടന്നു വന്നത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് പേച്ച്. ഇവര് പറഞ്ഞ പ്രകാരം സ്രഷ്ടാവാണെന്നോ, അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ റബ്ബാണെന്ന് വിശ്വസിച്ചാൽ മാത്രം, അള്ളാനെ പോലെ ഒരു അള്ളയുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാകൂ എങ്കിൽ മക്കയിലെ മുശ്രിക്കുകളല്ല. കാരണം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ച്, ലാത്ത ഉസ്സ മനാത്തയെ സംബന്ധിച്ച് അള്ളാഹുവിനെ പോലെ ഒരു അള്ളയെന്ന് വിശ്വസിച്ചിട്ടില്ല. സ്വയം കഴിവുള്ളവനാണെന്നോ സ്വയം പര്യാപ്തനാണെന്നോ സ്രഷ്ടാവാണെന്നോ വിശ്വസിച്ചിട്ടില്ല. അള്ളാന്റെ മഖ്ലൂഖിനെ വിശ്വസിച്ചത്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളാണെന്ന് വിശ്വസിച്ചത്. ലാത്തയെ സംബന്ധിച്ച്, ഉസ്സയെ സംബന്ധിച്ച്, മനാത്തയെ സംബന്ധിച്ച് ഒരാരും തന്നെ അള്ളാഹിനെ പോലത്തെ ഒരു അള്ളയെന്ന് വിശ്വസിച്ചിട്ടില്ല. അവരെ പഠിച്ചത് ആരാന്ന് ചോദിച്ചാൽ അള്ളാഹ് പറയാ. അവരുടെ തൽബിയത്തിൽ നിന്നും അത് വ്യക്തമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ ആരതാണ്? അള്ളാഹ്ൻ്റെതാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കല്ല എന്ന് പറയേണ്ടി വരും. മക്കയിലെ മുശ്രിക്കുകൾ മുശ്രിക്കാണ് എങ്കിൽ ഈ കുബൂരികളുടെ നിർവചനം തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം തെറ്റാണ്. രണ്ടാൽ ഒന്നാണ്. ഒന്നുകിൽ മക്കത്തെ മുശ്രിക്കുകളല്ല എന്ന് പറയണം, അല്ലെങ്കിൽ കുബൂരികൾ നിർവഹിച്ച അർത്ഥം വെച്ച ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തെറ്റാണെന്ന് പറയണം. ഏതെങ്കിലും ഒന്ന് തെറ്റാണ്. ഉറപ്പാണ് മക്കത്തെ മുശ്രിക്കുകൾ മുശ്രിക്കാണെന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ തെറ്റെന്താണ്? ഈ കുബൂരികളുടെ വിശദീകരണമാണ് തെറ്റ്. ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ റബ്ബ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഖാലിഖ ഇല്ലല്ലാ എന്നർത്ഥം വെച്ചെടുത്താണ് അവർക്ക് ശിർക്ക് വന്നത്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ റബ്ബ ഇല്ലല്ലാ എന്ന അർത്ഥം വെച്ച മറ്റൊരു ടീമാണ് തബ്ലീഗുകാർ. തബ്ലീഗുകാർ ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ റബ്ബ ഇല്ലല്ലാ എന്ന അർത്ഥം വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ തബ്ലീഗുകാരുടെ ദഅവത്തിലും പിഴവ് വന്നു.
ദ്വീപന്തി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ സമസ്തക്കാര് കുബൂരികൾ എന്തെല്ലാം ശിർക്കൻ വാദങ്ങളെ ന്യായീകരിച്ചിട്ടുണ്ടോ അവകളെയെല്ലാം ഇവർ ന്യായീകരിക്കുന്നുണ്ട്. ഷിർക്കാന്ന് പറയുന്നത് ദർഗയും ദർഗ കെട്ടിപ്പൊക്കലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. യാ റസൂലല്ലാഹ് കാക്കണേ എന്ന് വിളിച്ചാൽ ഷിർക്കല്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. സമസ്തക്കാരുടെ ഷിർക്കൻ വിശ്വാസങ്ങള്, സമസ്തക്കാര് പറയുന്ന ഷിർക്കൻ ആശയങ്ങളെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരും ശരി അംഗീകരിക്കുന്നവരും ധാരാളമായി തബ്ലീഗ് ജമാഅത്തിന്റെയും ദുയൂബന്തിന്റെ ഉലമാക്കളുടെ കൂട്ടത്തിൽ വരെയുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് പിഴ പറ്റിയത്? ലാ റബ്ബ ഇല്ലല്ലയിൽ പേച്ചതാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ റബ്ബ ഇല്ലല്ല എന്നർത്ഥം വെച്ചത് കൊണ്ടാണ്. ദുയൂബന്തി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ ഷിർക്കുകൾ നിറഞ്ഞതായിട്ട് കാണാം. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉലൂഹിയത്തിലേക്കാവുകയും തബ്ലീഗുകാരുടെ ദഅവത്ത് ലാ റബ്ബ ഇല്ലല്ലയിലേക്കാവുകയും ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാതെ കൊണ്ടാണ്. തബ്ലീഗുകാർ പറയുന്നത് എന്താണ്? എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്, അള്ളാഹു റബ്ബാണ്, അതിലേക്കാണ് ദഅവത്ത് ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലക്ക് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള തബ്ലീഗുകാർ അർത്ഥം വെക്കുക ലാ ഇലാഹ, ഇബ്രാഹിം നബിയുടെ തീക്ക് ചൂടില്ല, ഇല്ലല്ലാ അല്ല ചൂട് കൊടുത്താലല്ലാതെ. ലാ ഇലാഹ, ഇസ്മായിൽ നബിയെ അർത്ഥ ഇബ്രാഹിം നബിയുടെ കത്തിക്ക് മൂർച്ചയില്ല, ഇല്ലല്ലാ അല്ല മൂർച്ച കൊടുത്താലല്ലാതെ. അർത്ഥം വെക്കുന്ന രീതിയാണത്. ലാ ഇലാഹ, ജീപ്പ് സ്റ്റാർട്ട് ആവൂല, ഇല്ലല്ലാ അല്ല സ്റ്റാർട്ടാക്കിയാലല്ലാതെ. അവർ പറയുന്ന വാക്കെന്താ അറിയോ? ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്കൊന്നും ഒരു കഴിവില്ല, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. ജബരിയത്ത് വാദം. ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ റബ്ബ ഇല്ലല്ലാ അർത്ഥം വെച്ചത് കൊണ്ട് കേരളത്തിലെ തബ്ലീഗ് ജമാഅത്ത് ഷിർക്കിനെ എതിർത്തുകൊണ്ട് ദഅവത്ത് ചെയ്യില്ല. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ദഅവത്ത് ചെയ്യൂല. മറിച്ച് എല്ലാ കഴിവും അള്ളാഹ്ക്കാണ് എന്നതിലേക്ക്, അള്ളാഹുവിന്റെ റുബൂബിയത്തിലേക്കാണ് അവർ ദഅവത്ത് ചെയ്യുക. അതിലേക്ക് ഒരു പ്രവാചകൻ ദഅവത്ത് ചെയ്തിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും നൂഹ് നബി മുതൽ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല പ്രവാചകന്മാരും ദഅവത്ത് ചെയ്തത് യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇലാഹ്, അൽ ഇലാഹ് അയ് അൽ മഅബൂദ്. ഇലാഹിന്റെ അർത്ഥം മഅബൂദ് എന്നാണ്. സലഫുകൾ ഇലാഹിന്റെ അർത്ഥം മഅബൂദ് എന്നാണ്. അതിൽ ഇജ്മാ, രണ്ടഭിപ്രായമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അവർക്ക് പേച്ചുപോയി. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം വെക്കുന്നതിൽ പേച്ചുപോയ മറ്റൊരു ടീമാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ, നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി. അവർ ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ മുതാഅ ഇല്ലല്ലാ, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രം എന്നർത്ഥം വെച്ചു. ലാ മുതാഅ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാ, വിധികർത്താവ് അല്ലാഹു മാത്രമാണെന്ന് അർത്ഥം വെച്ചു. അവർക്കും പേച്ചുപോയി. ലാ മുതാഅ ഇല്ലല്ലാ, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണെന്ന മാന അർത്ഥം വെച്ചിട്ട് ആദ്യകാല ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ അള്ളാഹു അല്ലാത്തവർ അനുസരിക്കൽ കുഫറാണ്, അള്ളാഹിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയും ഇത് കുഫറാണ്, വോട്ട് ചെയ്യാൻ പാടില്ല, ഇലക്ഷന് പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദഅവത്ത് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ നാട്ടിൽ. പിന്നീട് അതൊക്കെ മാറ്റിയപ്പോൾ അവർ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. അത് വേറെ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലക്ക് ലാ മുതാഅ അർത്ഥം വെച്ചിട്ട് പേച്ചു പോയ ഒരു ടീമാണ് അവർ. ലാ മുതാഅ എന്ന അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലക്ക് പണ്ഡിതന്മാർ വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയിൽ പേച്ചുപോയ വേറൊരു ടീമാണ് ത്വരീഖത്തിന്റെ അഹ്ലുകാർ. അത് പറയാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഖ്സൂദ ഇല്ലല്ലാ, ഇലാഹി അന്ത മഖ്സൂദി കേട്ടിട്ടില്ലേ? മഖ്സൂദ് അല്ലാഹ് മാത്രം, ലക്ഷ്യം അല്ലാഹ് മാത്രമാണ് എന്നർത്ഥം വെച്ചു. എല്ലാത്തിൻ്റെയും ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. ആ വാദത്തിൽ നിന്ന് ഒരുപാട് പേച്ചവാദങ്ങൾ ഉണ്ടായി. ഈ തരീഖത്തുകാരുടെ, വഹദത്തുൽ വജൂദുകാരുടെ വാദം, അതൊക്കെ ഏകദേശം ഒരേപോലത്തെ വാദങ്ങളാണ്. വഹദത്തുൽ വജൂദിന്റെ ആൾക്കാരുടെ വാദം എല്ലാം ഒന്നാണെന്നാണ്. എല്ലാം ഒന്നാണ്. ഖാലിഖ് മഖ്ലൂഖ് എന്ന വേർതിരിവില്ല, എല്ലാം ഒന്നാണ്. ആ ഒന്ന് ഖാലിഖാണ്. ഒരു തരീഖത്തുകാരൻ, ഒരു വഹദത്തുൽ വജൂദിന്റെ ആള്, ഒരു പട്ടി കൽബ് കാഷ്ടം തിന്നുന്നത് കണ്ടു. അപ്പം കാഷ്ടം തിന്നുന്ന പട്ടി നോക്കിയിട്ട് പറയാണ് യഅ്കുലു റബ്ബു അർ-റബ്ബ, റബ്ബ് റബ്ബിനെ തിന്നുന്നു. അവർക്കെല്ലാം ഖാലിഖാണ്. വഹദത്തുൽ വജൂദുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആയത്തിൽ പഠിക്കേണ്ടതാണ്. അതൊക്കെ
ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ വലിയ ഫിത്നകളായി വരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകണം. ഇവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ മാനയിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം വെക്കലിൽ പേച്ചുപോയ ആൾക്കാരാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ എന്നാണ്. ഇമാം അസ്സൻആനി റഹ്മത്തുള്ളാഹി അലൈഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിച്ചിട്ട് പറഞ്ഞു, റഅ്സുൽ ഇബാദത്തി വ അസാസുഹാ അത്തൗഹീദ്. ഇബാദത്തിന്റെ തല, അതിന്റെ അടിത്തറ, അത് അത്തൗഹീദു ലില്ലാഹി അല്ലദീ തുഫീദുഹു കലിമത്തുഹു അല്ലതി ഇലൈഹാ ദഅത് ജമീഉർ റുസുൽ. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ, എന്ന ഷഹാദത്ത് കലിമയുടെ വാചകം അറിയിക്കുന്ന തൗഹീദാണ് ഇബാദത്തിന്റെ അടിത്തറ. വഹിയ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. വൽ മുറാദു, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള ഉദ്ദേശം ഇഅ്തിഖാദു മഅനാഹ, അതിന്റെ അർത്ഥത്തെ വിശ്വസിക്കണം. വൽ അമലു ബിമുഖ്തലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചിട്ട് അമൽ കൊണ്ടുവരണം, അമൽ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് അമൽ ചെയ്യുന്ന പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുക. ലാ മുജറദു ഖൗലിഹാ ബില്ലിസാൻ, നാവ് കൊണ്ട് മാത്രം പറയലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവർക്കൊക്കെ പേച്ചതാണ്. കുബൂരികളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയും. ദിക്ർ ഹൽക്കയിൽ ഒതുക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഇങ്ങനെ പറയും, പക്ഷെ അതിനെ അർത്ഥം മനസ്സിലാക്കിയില്ല, അതുകൊണ്ടുള്ള അമൽ ഉണ്ടായില്ല. വമഅനാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദത്തി വൽ ഇലാഹിയ്യ, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. വന്നഫ്യു വൽ ബറാഅത്തു മിൻ കുല്ലി മഅബൂദിൻ ദൂനഹ, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാ ആരാധിക്കപ്പെടുന്നവരിൽ നിന്നും ഒഴിവാകലുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കലും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകാതിരിക്കലുമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മാന. ഖദ് അലിമൽ കുഫാറു ഹാദൽ മാന, കുഫാറുകൾ, മക്കയിലെ മുശ്രിക്കുകൾ ഈ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ലിഅന്നഹും അഹ്ലുൽ ലിസാനിൽ അറബി, കാരണം അവർ അറബി ഭാഷ അറിയുന്ന ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, അവർ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചൊരു ചോദ്യം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഒരുപാട് ആലിഹത്തുകളെ, മഅബൂദുകളെ, ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ഒരുപാട് മഅബൂദുകളെ ഒറ്റ മഅബൂദാക്കുകയാണോ എന്ന് അവർക്ക് അർത്ഥം മനസ്സിലായി. ലാ ഇലാഹ ഇല്ലല്ലയുടെ മാന മനസ്സിലാക്കിയവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞവർക്ക് ആ അർത്ഥം മനസ്സിലായില്ല. അതുകൊണ്ട് ചിലർ ശിർക്കിലേക്ക് പോയി, മറ്റു ചിലർ ബിദ്അത്തിലേക്കും ദലാലത്തിലേക്കും പോയി. ശരിയായ അർത്ഥം മനസ്സിലാക്കിയവർ അൽഹംദുലില്ലാ തൗഹീദിലായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ രണ്ട് പാർട്ടുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദക്ക് രണ്ട് റുക്നുകളുണ്ട്. ഒരു കാര്യം ഉണ്ടാകാൻ എന്ത് വേണോ അതിനാണ് റുക്ന് എന്ന് പറയാ. അർക്കാനുസ്സല, അർക്കാനുൽ വുദു, അർക്കാനുസ് സിയാം എന്നൊക്കെ കേട്ടില്ല, റുക്ന് അതിന്റെ ജംആണ് അർക്കാൻ. ഒരു കാര്യം ഉണ്ടാകാൻ എന്ത് വേണോ അതിനാണ് റുക്ന് എന്ന് പറയാ. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സഹിയാകാൻ എന്ത് വേണോ അതിനാണ് ഷർത്ത് എന്ന് പറയാ. നിസ്കാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഖിയാമ് വേണം, ഫാത്തിഹ ഓതണം, ഇസ്തിഖ്ബാൽ ഖിബ്ല വേണം, റുക്കൂ വേണം, ഇഅ്തിദാൽ വേണം, സുജൂദ് വേണം. ഇതൊക്കെ കൂടിയതാണ് നിസ്കാരം. ഇതാണ് റുക്നുകൾ. ഷർത്തോ, വുളു ഷർത്താണ്. നിസ്കാരം സഹിയാകണമെങ്കിൽ വുളു വേണം, വുളു ഇല്ലാതെ നിസ്കാരം സഹിയാവൂല. ഇതാണ് ഷർത്തും റുക്നും. ഒരു കാര്യം ഉണ്ടാകാനുള്ളതാണ് റുക്ന്. റുക്നെ കുറിച്ച് പണ്ഡിതന്മാർ പറയാ ലിവുജൂദി അർറുക്നു ലിവുജൂദി ഷൈ വശർതു ലിസിഹത്തി ഷൈ. ഒരു കാര്യം ഉണ്ടാകാനുള്ളത് റുക്ന്, ഒരു കാര്യം സഹിയാകാനുള്ളത് ഷർത്ത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് റുക്നുണ്ട്. ആ രണ്ട് റുക്ന് ഉണ്ടായാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുള്ളൂ. ഒന്ന് ലാ ഇലാഹ, രണ്ട് ഇല്ലല്ലാഹ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ലാ ഇലാഹ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവും. ലാ ഇലാഹ ഒരു റുക്നാണ്, ഇല്ലല്ലാഹ് മറ്റൊരു റുക്നാണ്. ലാ ഇലാഹ എന്ന റുക്നിനെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ പേര് നഫിയുൻ എന്നാണ്, നിഷേധം. ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, എല്ലാ ഇലാഹുകളെയും നിഷേധിക്കാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ.
ഒരു ഇലാഹും തന്നെ ഇല്ല. ലാ ഇലാഹ നഫിയുൻ എന്നാണ് പറയാറ്. രണ്ടാമത്തേത് ഇല്ലല്ല, അതിന് ഇസ്ബാത്തുൻ എന്ന് പറയാം. ഇസ്ബാത്ത്, അസ്ബത്ത യുസ്ബിത്തു ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തുക. അസ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുക, സ്ഥാപിതാക്കുക. ഇല്ലല്ല, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്ന് സ്ഥിരപ്പെടുത്തുക. ലാ ഇലാഹ നിഷേധിക്കുക, ഇബാദത്തിന് അർഹനായി ആരുമില്ല. ഇല്ലല്ല സ്ഥിരപ്പെടുത്തുക, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ല, നഫിയുൻ ഇസ്ബാത്തുൻ. നഫി നിഷേധം, ഇസ്ബാത്ത് സ്ഥിരീകരണം, സ്ഥിരപ്പെടുത്തൽ. ഈ രണ്ടും ചേർന്നാൽ മാത്രമേ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാ സഹിയാകൂ, ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ടാകൂ. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞെന്ന് പറയൂ. പണ്ട് ഞാനൊരു ലേഖനത്തിൽ വായിച്ചതാണ്. പണ്ഡിത മക്കളിൽ ഒരു ചർച്ച വന്നു. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഞാൻ മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിച്ചു, ക്രിസ്ത്യാനികൾ പറയുന്ന യേശുവിനെയും അംഗീകരിച്ചു, ഹിന്ദുക്കൾ പറയുന്ന രാമകൃഷ്ണന്മാരെ ദേവീദേവന്മാരെയും ഞാൻ അംഗീകരിച്ചു, എല്ലാവരെയും ഞാൻ അംഗീകരിക്കുന്നു എന്ന് ഒരു ലേഖനത്തിൽ വായിച്ചതാണ്, വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. പണ്ഡിത മക്കളിൽ ചർച്ച വന്നു, ഗാന്ധിജി മുസ്ലിം ആയോ ഇല്ലയോ, കാരണം അള്ളാഹിനെയും മുഹമ്മദ് നബിയെയും അംഗീകരിച്ചു എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ഏകാഭിപ്രായത്തിൽ പറഞ്ഞു, ഗാന്ധിജി മുസ്ലിം ആയിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും അംഗീകരിച്ചു എന്ന, അതായത് അള്ളാഹിനെ അംഗീകരിച്ചു എന്ന സ്ഥിരീകരണമേ ഉണ്ടായിട്ടുള്ളൂ. അള്ളാഹു അല്ലാത്തവർ ഇലാഹല്ല എന്ന നിഷേധം ഉണ്ടായിട്ടില്ല. ഇല്ലല്ലേ ഉണ്ടായിട്ടുള്ളൂ, ലാ ഇലാഹ ഉണ്ടായിട്ടില്ല. ലാ ഇലാഹം കൂടി ഉണ്ടായാൽ മാത്രമേ അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ, അള്ളാഹു അല്ലാത്തവരാരും തന്നെ ഇബാദത്തിന് അർഹനല്ല എന്ന് പറഞ്ഞാലേ സഹിയാകുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകുള്ളൂ. രണ്ട് റുക്കിനുകളും കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു റുക്കിന് കൊണ്ടുവന്നാൽ ശരിയാവും. കമ്മ്യൂണിസ്റ്റുകാർ, CPM-കാർ അവർക്ക് ഒരു റുക്കിന് കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തെ റുക്കിന് ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല, അല്ലേ? ദൈവനിഷേധികളാണ് അവർ. അവർ ഇല്ലല്ല അംഗീകരിച്ചില്ല, അള്ളാഹ് മാത്രമെന്ന് അംഗീകരിച്ചാൽ അവർ മുസ്ലിമായി. ലാ ഇലാഹ പറയുന്നുണ്ട്, ഇല്ലല്ല പറയുന്നില്ല. ചിലർ ഇല്ലല്ല പറയുന്നുണ്ട്, ലാ ഇലാഹ പറയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞാലേ മുവഹിദാകൂ, മുസ്ലിം ആകൂ. അള്ളാഹു പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്താഗൂതി, ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിക്കുകയും വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. കുഫർ ബിത്താഗൂത്തും ഈമാനും ബില്ലയും. കുഫർ ബിത്താഗൂത്താണ് ലാ ഇലാഹ. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് ലാ ഇലാഹയാണ്. ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിച്ചാൽ വയുമിൻ ബില്ലാഹ്, അള്ളാഹിനെ അംഗീകരിക്കുകയും ചെയ്താൽ അതാണ് ഇല്ലല്ലാഹ്, ഇസ്ബാത്ത്. ഫഖദ് ഇസ്തംസക, അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു, ബിൽ ഉർവത്തിൽ വുസ്ഖാ, നല്ല ശക്തമായ കയറ്, നല്ല സ്ട്രോങ് ഉള്ള പിടിവള്ളി അവൻ പിടിച്ചിരിക്കുന്നു. ലം ഫിസാമ ലഹ, അത് മുറിഞ്ഞു പോവുകയേയില്ല. മുറിഞ്ഞു പോകാത്ത പിടിവള്ളി അവൻ പിടിച്ചിരിക്കുന്നു. വല്ലാഹു സമീഉൻ അലീം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നഫി പറഞ്ഞു, ഇസ്ബാത്തും പറഞ്ഞു. കുഫ്ർ ബിത്താഗൂത്ത് നഫിയാണ്, ഈമാനും ബില്ല ഇസ്ബാത്താണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ സമുദായത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. ഓരോ നാട്ടിലേക്കും ഓരോ സമുദായത്തിനും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാക്കണമെന്നും താഗൂത്തുകളെ വെടിയണമെന്നും. ഇവിടെയും രണ്ടും അല്ലാഹ് പറഞ്ഞു. ഒന്ന് ഇബാദത്തുല്ലാഹി വഹദ, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം, അതെന്താണ്? ഇസ്ബാത്താണ്, ഇല്ലല്ലയാണ്. രണ്ടാമത്തേത് വജ്തനിബുത് താഗൂത്ത്, ഇജ്തിനാബുത് തവാഗീത്ത്, താഗൂത്തുകളെ, അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവയെ ഒഴിവാക്കണം. ഇതെന്താണ്? ലാ ഇലാഹയാണ്, നഫിയാണ്. ഇത് രണ്ടും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ നാട്ടിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചയച്ചത് എന്ന്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, ഒന്ന് അനിഅബ്ദുല്ലാഹ്, ഇബാദത്ത് അല്ലാഹ് മാത്രമാണ്. രണ്ട് വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ വെറിയണം, അല്ലാഹു അല്ലാത്ത ആരും തന്നെ ഇബാദത്തിന് അർഹനല്ല എന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തത്. അൻ താരിഖ് ഇബ്നു അശ്യം അൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ഖാൽ
സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു എന്ന് ത്വാരിഖ് ഇബ്നു അശ്യം അൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അംഗീകരിച്ചു, വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവയെ കുഫർ ചെയ്യുകയും ചെയ്താൽ. രണ്ട് കാര്യം. ഒന്ന്, മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണത്? ഇസ്ബാത്താണ്, സ്ഥിരപ്പെടുത്തണം, അല്ലാഹ് മാത്രമാണ് ഇബാദത്തിന് അർഹൻ. വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവയെ കുഫർ ചെയ്യുകയും ചെയ്താൽ. കുഫ്റും ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് എന്താണ്? നഫിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ ഹറുമ മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും രക്തവും പരിശുദ്ധമാണ്, പവിത്രമാണ്, മുസ്ലിമാണ്, അവനെ കൊല്ലാൻ പാടില്ല. വഹിസാബുഹു അലല്ലാഹ്, അവന്റെ വിചാരണ അള്ളാഹിന്റെ അടുക്കലാണ്, അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച് അള്ളാഹു അവനെ വിധിക്കുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കാര്യം എന്തൊക്കെയാണ്? ഒന്ന് നഫിയാണ്, ഇസ്ബാത്താണ്. ഇസ്ബാത്ത് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം എന്നതാണ്. നഫി അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ നിഷേധിക്കലാണ്. അപ്പോൾ ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് റുക്നുകൾ. ഇനി ഈ രണ്ട് റുക്നുകളെ സംബന്ധിച്ചും നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഒന്ന് നഫി, നിഷേധം, ലാ ഇലാഹ ഒരാളും തന്നെ ആരാധ്യനല്ല എന്ന നഫി വിശാലാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. 4 കാര്യങ്ങളെ നിഷേധിച്ചാലേ ലാ ഇലാഹ സഹിയാകും. ലാ ഇലാഹ ഇല്ലല്ലയുടെ രണ്ട് റുക്നുകളിൽ ഒരു റുക്നായ ലാ ഇലാഹ എന്ന നഫി സഹിയാകണമെങ്കിൽ 4 കാര്യത്തെ നഫി ചെയ്യണം, 4 കാര്യത്തെ നിഷേധിക്കണം. ഒന്ന് നഫിയുൽ അർബാബ്, റബ്ബുകളെ നിഷേധിക്കണം. ഈ 4 കാര്യങ്ങൾ അള്ളാഹ്ക്ക് ഓപ്പോസിറ്റ് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഖുർആനിൽ. റബ്ബ് ഒന്ന്, അള്ളാഹ്ക്ക് ഓപ്പോസിറ്റ് പറഞ്ഞൊരു കാര്യമാണ് റബ്ബ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലുള്ള ആൾക്കാർക്ക് ദഅവത്ത് ചെയ്തുകൊണ്ട് സംസാരിക്കവേ പറഞ്ഞൊരു വാചകം അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഖഹാറായ ഏകനായ അള്ളാഹു ആണോ ഖൈറ്, അതല്ല മറ്റ് റബ്ബുകളാണോ എന്ന്. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി, എല്ലാം പ്രവർത്തിക്കുന്ന ആള്, സൃഷ്ടിക്കുന്ന ആള്, നിയന്ത്രിക്കുന്ന ആള്, ഉടമപ്പെടുത്തുന്ന ആള്, റബ്ബ് എന്ന് പറയുക. വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അത് റുബൂബിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ഒരാളെ റബ്ബാക്കാൻ പാടില്ല, രക്ഷാധികാരിയാക്കാൻ പാടില്ല. റബ്ബ് എന്നത് അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഒന്ന് ഖാലിഖ്, 2 മാലിക്, 3 മുദബ്ബിർ. സ്രഷ്ടാവ്, ഉടമസ്ഥൻ, നിയന്ത്രിക്കുന്നവൻ. ഈ 3 വിശേഷണങ്ങൾ ആർക്ക് അവകാശപ്പെട്ടതാണോ അവന് പറയുന്ന പേരാണ് റബ്ബ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാള് സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇത് വിശ്വസിച്ചാൽ അള്ളാഹു അല്ലാത്ത ആളെ റബ്ബാക്കലാണ്. അപ്പോൾ ലാ ഇലാഹ സഹിയാകൂല. റബ്ബ് അള്ളാഹു അല്ലാത്തവരും റബ്ബാണ് എന്ന് വിശ്വസിച്ചാൽ, ഇപ്പൊ സമസ്തക്കാരുടെ ഒരു വാദമാണ് CM മടവൂർ മുദബ്ബിറുൽ ആലമാണ്, മയമർശിപ്പിക്കുന്നത് CM മടവൂരാണ്, മക്കൾ നൽകുന്നത് CM മടവൂരാണ്, ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിവുള്ള ആളാണ് CM മടവൂര്. ഇതൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകണമെങ്കിൽ റബ്ബുകളെ നിഷേധിക്കണം, അള്ളാഹു അല്ലാത്ത റബ്ബുകളെ നിഷേധിക്കണം. നമ്മുടെ മനസ്സിൽ അള്ളാഹു അല്ലാത്ത ഒരു റബ്ബും വരാൻ പാടില്ല. റബ്ബ് അള്ളാഹ് മാത്രമാണ്. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എൻ്റെ അവസ്ഥകളെ അനുകൂലവും പ്രതികൂലവുമാക്കുന്നവൻ, എനിക്ക് ഖൈർ ഷർറുകൾ നിശ്ചയിക്കുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ, എല്ലാം എൻ്റെ റബ്ബാണ്. അതല്ലാത്ത ഒരാൾ റബ്ബാൻ പാടില്ല.
അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇലാഹ്, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ നിഷേധിക്കണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലയിലെ ലാ ഇലാഹ സഹിയാകൂ, നഫി സഹിയാകൂ. അള്ളാഹുവിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ മറ്റൊരു കലിമത്താണ് ഇലാഹ്. ഇലാഹൻ ആഖർ, ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിന് ഓപ്പോസിറ്റ് അല്ല പറഞ്ഞ മറ്റൊരാൾ എന്താണ് കലിമത്ത് എന്താണ് ഇലാഹാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തൊരു ഇലാഹ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്കേ ആകാൻ പാടുള്ളൂ? അള്ളാഹുവിനെ ആകാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവനാണ് എങ്കിൽ അവൻ ലാ ഇലാഹ എന്ന് പറഞ്ഞ ലാ ഇലാഹ സഹിയായിട്ടില്ല. ഇബാദത്തുകൾ മുഴുവനും ആർക്കേ പോകാൻ പാടുള്ളൂ? അള്ളാഹ് മാത്രമാണ് ഇലാഹ്. ഏതെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവനാകാൻ പാടില്ല. അങ്ങനെ ആയാൽ അവന്റെ ലാ ഇലാഹ സഹിയാകുകയില്ല. മൂന്നാമത്തത് നിദ്ദിനെ, പകരക്കാരനെ, തുല്യനെ നിഷേധിക്കണം. അള്ളാഹ് എന്ന കലിമത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ മറ്റൊരു വാചകമാണ് നിദ്. വലാ തജ്അലു ലില്ലാഹി അന്ദാദൻ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഒരു നിദ്ദിനെ, അന്താദുകളെ നിശ്ചയിക്കാൻ പാടില്ല. അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹ് കാണുന്നത് പോലെ കാണും, അള്ളാഹ് അറിയുന്നത് പോലെ അറിയും. ഇങ്ങനെ ഒരാൾ അള്ളാഹു അല്ലാത്തവരെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ അള്ളാഹ്ക്ക് പുറമെ നിദ്ദിനെ ഉണ്ടാക്കിയവനാണ്. അല്ലെ, വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് പായ് കൂടാതു തീരം നൽകും ഞാൻ എന്നോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നാം നിങ്ങളുടെ കൽഭാഗം എന്നോവർ എന്ന് സമസ്തക്കാര് മൊയ്തീൻ ശേഖിനെ സംബന്ധിച്ചിട്ട് ഇല്ലാതെ ഓവറായി പാടിയ പാട്ടുകളെല്ലാം ഇതാണ്. അള്ളാഹു അല്ലാത്ത ആളെ നിദ്ദാക്കലാണ്. ലാ ഇലാഹ സഹിയാവില്ല. ലാ ഇലാഹ സഹിയാകാൻ നിദ്ദുകളെ നിഷേധിക്കണം. അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കുന്ന ആരുമില്ല, കാണുന്നത് പോലെ കാണുന്ന ആരുമില്ല, അറിയുന്നത് പോലെ അറിയുന്ന ആരുമില്ല. അള്ളാഹുവിനെ പോലെ പേരൊത്ത ആരും തന്നെ ഇല്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ അള്ളാഹ്ക്ക് പുറമെ നിദ്ദുകളെ ഉണ്ടാക്കുന്നവരാണ്, അള്ളാഹ്ക്ക് പകരക്കാരനെ, തുല്യനെ ഉണ്ടാക്കുന്നവരാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹ്ക്ക് തുല്യനെ ഉണ്ടാക്കിയിട്ട് അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. മരിച്ചുപോയ ആൾക്കാരെ അള്ളാഹ്ക്ക് പകരക്കാരാക്കി നിശ്ചയിക്കുന്നു, അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ദർഗപൂജകർ ചെയ്യുന്ന പ്രവർത്തനമാണത്. കബറാളികളെ അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് കാണുന്നു, അവർ അള്ളാഹിന്റെ പകരക്കാരാണെന്ന് പറയുന്നു. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നിദ്ദിനെ നിഷേധിക്കണം. നാലാമത്തേത് താഗൂത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് ഓപ്പോസിറ്റ് ആയി പറഞ്ഞ നാലാമത്തെ കാര്യം താഗൂത്താണ്. നമ്മൾ ഓതിയ രണ്ടായത്ത്, വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അള്ളാഹ്ക്ക് ഓപ്പോസിറ്റ് പറഞ്ഞ നാല് കലിമത്തുകൾ റബ്ബ്, ഇലാഹ്, നിദ്, താഗൂത്ത്. ഈ നാല് കാര്യങ്ങളെ നിഷേധിച്ചാലേ ഒരാളുടെ ലാ ഇലാഹ സഹിയാകും. ഈ പറഞ്ഞ നാല് കാര്യങ്ങളെ നിഷേധിച്ചാൽ മാത്രമേ ഒരാളുടെ ലാ ഇലാഹ സഹിയാകുള്ളൂ. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അതൊരുപാടുണ്ട്. താഗൂത്ത് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി താഗൂത്തുകൾ വിശദീകരിച്ചിട്ട് പറഞ്ഞത് റൂസു തവാഗീതി ഖംസുൻ, താഗൂത്തുകളുടെ തലതൊട്ടപ്പന്മാർ, നേതാക്കന്മാർ 5 എണ്ണം. ഒന്ന് ഇബ്ലീസ് ലഅനഹുല്ലാഹ്, 2 അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ക്ഷണിക്കുന്നവൻ, 3 സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ, 4 അള്ളാഹു വിധിച്ച വിധിയല്ലാത്ത വിധി വിധിക്കുന്നവൻ, അള്ളാഹുവിന്റെ ഖുർആനിന് എതിരായിട്ട്, ഖുർആൻ സുന്നത്തിനും എതിരായിട്ട് വിധി കൽപ്പിക്കുന്നവൻ, വിധി തീർപ്പി കൽപ്പിക്കുന്നവൻ.
5 ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നവൻ. ഈ 5 കൂട്ടരും താഗൂത്തുകളാണ്. നമ്മൾ താഗൂത്ത് പറയുമ്പോൾ ഈ 5 കൂട്ടരാണ് പെടുക. ഈ 5 കൂട്ടരെയും നിഷേധിക്കണം, എന്നാലേ ലാ ഇലാഹ സഹിയാകൂ. 2 റുക്കിനുകളിൽ ഒന്നായ ലാ ഇലാഹ സഹിയാകാൻ ഈ 4 കാര്യങ്ങളെ അംഗീകരിക്കണം. 4ാമത്തെ കാര്യം താഗൂത്ത്. ആ താഗൂത്തിൽ 5 കാര്യങ്ങൾ, അടിസ്ഥാനപരമായ 5 കാര്യങ്ങൾ. 1 ശൈത്താൻ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ശൈത്താൻ. 2 അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന മറ്റുള്ളവൻ, സ്വന്തത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, എന്നെ ഇബാദത്ത് ചെയ്തോ എന്ന് ക്ഷണിക്കുന്നവൻ. 3 സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ. ഒന്നെ മറ്റുള്ളവർ ആരാധിക്കുന്നുണ്ട്, ഒന്നത് തൃപ്തനുമാണ്, എന്നെ ആരാധിച്ചോ എന്ന് പറഞ്ഞിട്ട് തൃപ്തിപ്പെടുന്നവൻ. സ്വയം തൃപ്തിപ്പെടുന്നു എന്ന് പറയാൻ കാരണം ഈസാ നബി ആരാധിക്കപ്പെടുന്നുണ്ട്. ഈസാ നബി റാലിയല്ല, സ്വയം തൃപ്തിപ്പെട്ട ആളല്ല. അതുകൊണ്ടാണ് അങ്ങനെ സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്ന ആൾ. അതുപോലെ തന്നെ അള്ളാഹു ഇറക്കി വിധിയല്ലാത്തത് വിധിക്കുന്നവൻ. 5ാമത്തേത് ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നവൻ. ഇനി ഇല്ലല്ലാഹ്, 2ാമത്തെ റുക്കിന് ഇസ്ബാത്ത്, സ്ഥിരീകരണം. അത് സഹിയാകണമെങ്കിൽ 3 കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തണം. 3 കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ ഒരാളുടെ ഇല്ലല്ലാഹ് സഹിയാകൂ. 1 തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്ത് അള്ളാഹുവിന് മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തണം. അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അള്ളാഹു ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തണം. 2 തൗഹീദുൽ ഉലൂഹിയ്യ, ഇബാദത്തിന് അർഹൻ അള്ളാഹ് മാത്രമാണെന്ന് സ്ഥിരപ്പെടുത്തണം. 3 തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലും അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിന്റെ ഇസ്മിലും അള്ളാഹുവിന്റെ സിഫത്തിലും അള്ളാഹ് ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തണം. ഈ 3 കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തിയാലേ ഇല്ലല്ലാഹ് സഹിയാകൂ. റുബൂബിയ്യത്തിന് അള്ളാഹ് ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തണം, ഉലൂഹിയത്തിൽ അള്ളാഹ് ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തണം, അസ്മാ വസിഫാത്തിലും അള്ളാഹു ഏകനാണെന്ന് സ്ഥിരപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഉലൂഹിയത്ത് എന്താണ്, റുബൂബിയ്യത്ത് എന്താണ്, അസ്മാ വസിഫാത്ത് എന്താണെന്ന് വിശദീകരിച്ചു തരാം. വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച ഒരാളുടെ ഉച്ചാരണം, അല്ലെങ്കിൽ ആ സംസാരം, ആ വിശ്വാസം, ആ അംഗീകാരം സ്വഹിയാകണമെങ്കിൽ 4 കാര്യങ്ങളെ നിഷേധിക്കുകയും 3 കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ 1-2 കാര്യങ്ങൾ കൂടി ആമുഖമായി പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീൻ ആയത്തിൽ പഠിക്കാൻ, വിശ്വാസ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.